ഹലോ, വെൽക്കം ബാക്ക്. ബീഫ് തേങ്ങാക്കൊത്ത് റോസ്റ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അതിനായി 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും 1/2 കിലോ ബീഫാണിത്. നമ്മൾ ഈ കൂട്ടിലേക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എല്ല് നീയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി തേങ്ങാക്കൊത്തും കൂടി ഇടുന്നുണ്ട്. സ്വല്പം മൂത്തതാണ്, അതുകൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ചെടുത്തത്. അപ്പോൾ ഇറച്ചിയുടെ ഒപ്പം കിടന്ന് വേകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഈ കൂട്ടിലേക്ക് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാൽ മതി. ഇനി പൊടി ഐറ്റംസ്: 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയാണ് അത്യുത്തമം. എല്ലാം കൂടി നന്നായി ഒരു 5 മിനിറ്റ് തിരുമ്മി എല്ലായിടത്തും ഒരുപോലെ ആക്കുക. ഇറച്ചി ഇങ്ങനെ തിരുമ്മുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞ് പൊത്തി 1/2 മണിക്കൂർ വയ്ക്കുക. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു കുക്കറിലേക്ക് പകർത്തി വേവിക്കുക. സാധാരണ ഒരു 6-7 വിസിൽ പാകം മതി. അതല്ലെങ്കിൽ വിസിൽ വന്നു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് 8 തൊട്ട് 10 മിനിറ്റ് വരെ. അത് ഓരോരുത്തരുടെ കുക്കറും ഇറച്ചിയുടെ മൂപ്പൊക്കെ അനുസരിച്ച് വേരി ചെയ്യും. അത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നമുക്ക് താനെ മനസ്സിലാവുന്നതാണ്. അത് കഴിഞ്ഞ് കുക്കറിൻ്റെ സ്റ്റീം പോയി കഴിയുമ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 10 ചുവന്നുള്ളി, 10 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ക്രഷ് ചെയ്ത് ഇട്ട് മുരിക്കുക. ഇപ്പോൾ ഏകദേശം മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ. ഞാനിവിടെ കുറച്ച് വറുത്ത മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഞാൻ എഴുതിയിട്ടില്ല, എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1/2 തൊട്ട് 1 ടീസ്പൂൺ വരെ ഗരം മസാല, 1/2 ടീസ്പൂൺ സാദാ ചില്ലിപ്പൊടി. ഇതെല്ലാം ഇട്ട് നന്നായി ഇളക്കി മൊരിയിച്ച് നമ്മുടെ ഇറച്ചി കൂട്ടിട്ട് നന്നായി ഇളക്കുക. ഈ കൂട്ട് നന്നായി കറുത്ത് വരണമെങ്കിൽ തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി സെമി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി കറുത്ത് വറുത്ത വിധത്തിൽ വരുന്നതായിരിക്കും. നല്ല ടേസ്റ്റുമായിരിക്കും, ഡ്രൈയും ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഇറച്ചി തേങ്ങാക്കൊത്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും മറ്റ് നാൻ, ബ്രെഡ്, ചപ്പാത്തി, അപ്പം എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.